അതിനെന്താന്നേ, നമുക്ക് ആഘോഷമായിട്ട് തന്നെ നടത്താം. ഏയ്, ഇന്നത്തെ കാലത്ത് ഇത് വലിയ പുതുമുള്ള കാര്യമൊന്നും അല്ല. എൻ്റെ ജാതകത്തിലും ഉണ്ട് 2 കല്യാണം എന്നുള്ള കാര്യമൊക്കെ. ആ ശരി ശരി. ആ ആ ആ എനിക്കും ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കണം എന്നുണ്ട്. ഏയ്, ഇതൊക്കെ എനിക്ക് ഹൈമടുത്ത് ചോദിച്ചും പറയുകയും ചെയ്യണ കാര്യമാണോ? ഒക്കെ നോക്കണം. എൻ്റെ നേരവും കാലമൊക്കെ ശരിയാകുമ്പോൾ നോക്കാം. നടക്കുമായിരിക്കും. ഓക്കെ ഓക്കെ. നീ എവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഇവിടെ നിൽക്കാണ്ട് പിന്നെ എവിടെ പോവാനാ? ആരായിരുന്നു ഫോണില്? അത് എന്നെ പലരും വിളിക്കും. അത് എന്റെ പ്രൈവസിയാണ്. എന്നെ ആര് വിളിച്ചു എന്നൊക്കെ നിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഭാര്യയൊക്കെ തന്നെ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പുറത്തു പോയിട്ട് വരാം. അവിടേക്ക് എങ്ങോട്ട് പോകുന്നു? അത് ശരി. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഫ്രീഡം കൂടി നീ തരില്ലേ? എനിക്കേ ഒന്ന് പുറത്തു പോകാനുണ്ട്, തിരിച്ചു വരാനുണ്ട്. എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. സംസാരിക്കണ്ട. ഒന്നുമില്ല. നിങ്ങളവിടെ പോയിട്ട് വരുന്നത്? ഞങ്ങൾക്കൊരു പണിയില്ലാത്തതുകൊണ്ട് വെറുതെ നടക്കാറിയതാ. അത് ശരി. അതെ, എനിക്കൊരു കോൾ വന്നു. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ, അയാൾ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോകണം. ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈം അത് ഒളിഞ്ഞിരുന്ന് കേൾക്കണം. അപ്പം ഞാനൊന്ന് എരിവും മുളിയും കയറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്, എനിക്കൊരു സെക്കൻഡ് മാരേജ് നടക്കുന്ന രീതിയിലാക്കി പ്ലേറ്റ് മാറ്റി. അപ്പോൾ അവൾ ഭയങ്കര ശ്രദ്ധ. അപ്പം ഞാൻ നല്ലോണം മസാല കൂട്ടി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോകുന്നത്. എന്തറിയോ, കല്യാണ സമയത്ത് ജാതകം നോക്കിയപ്പോൾ ജാതകം നോക്കിയ ആൾ പറഞ്ഞു ഇയാൾക്കൊരു സെക്കൻഡ് മാരേജിന് ചാൻസ് ഉണ്ട്. അതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് നടക്കുക അവള്. അപ്പൊ ശരിക്കും നിങ്ങൾ സെക്കൻഡ് മാരേജ് കഴിക്കാൻ പോവാണോ? ഭ്രാന്തുണ്ടോ? ഒന്നേ താങ്ങാൻ വയ്യ. അതെ, ഇത് വെറുതെ ഒരു പ്രാങ്ക്, തമാശക്ക് ചെയ്താണ്. അല്ല, അങ്കിള് ആന്റിയുടെ അടി കൊണ്ട് ചാവുന്ന വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? അയ്യ ഇല്ലെന്ന്. ഇതൊരു തമാശയല്ല, ഒരു രസം. അങ്ങനെയാണെങ്കിലേ ഈ രസം കുറച്ചും കൂടെ രസകരമാക്കിയാലോ? രസം കുറച്ചും കൂടെ രസകരമാക്കാനാ? അതെങ്ങനെ? അങ്കിളിന് ഓഫാണോ? ഓഫാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ ആന്റീനെ പിരികേറ്റി ഇളക്കി അങ്ങോട്ട് വിട്ടാലോ? അടിപൊളി ഐഡിയ ആണല്ലോ. ചേച്ചിക്ക് അങ്കിളിനോട് വല്ല വിരോധം ഉണ്ടോ? എന്താടാ? പിന്നെ അല്ലാതെ പിന്നെ അങ്കിളുടെ കാറ്റ് പോകുന്ന ഐഡിയ അല്ലേ പറഞ്ഞു കൊടുക്കണത്? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. നമുക്ക് ഇത് കളിച്ചു നോക്കാം. എന്നിട്ട് അഥവാ കാര്യങ്ങള് ഡിസാസ്റ്ററിലേക്കാണ് പോകണമെന്ന് തോന്നിയാ നമുക്ക് സത്യം അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ റെഡി. ഇതിപ്പോ ഞാൻ മാത്രം തന്നെ മാറിയിരിക്കണം. ഞാൻ റെഡി. അപ്പൊ എന്താ പ്ലാൻ? ആന്റി ഇപ്പൊ ഇങ്ങനെ ചാഞ്ചാടി നിക്കുവാണല്ലോ, നമ്മൾ അതിന്റെ കൂട്ടത്തിലൊരു തള്ളും കൂടെ അങ്ങോട്ട് കൊടുക്കും. ബാക്കി നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. വരുന്നവിടെ വെച്ച് കാണാം. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യല്ലോ. നിങ്ങൾ പണി തുടങ്ങിക്കോ. ഓക്കെ ആന്റി അവിടെ ഇല്ലേ? തമ്പി ഉണ്ണിക്കുട്ടാ, എന്താ ആന്റിക്ക് എന്താ പറ്റിയേ? എനിക്കോ? ഇല്ല ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലെന്നാ? എന്താ ആന്റി എന്തോ ടെൻഷൻ പോലെ? എനിക്കോ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ ആന്റി. ഒന്നുമില്ല തമ്പി ഉണ്ണിക്കുട്ടാ. ആന്റിയുടെ മുഖത്ത് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. അത് മാത്രല്ല, രാംകുമാർ അങ്ങൾ ഇപ്പൊ ഫോണിൽ കൂടെ സംസാരിച്ചോണ്ട് പോണുണ്ട്. ചേച്ചി അത് പറയണ്ട. പറയണ്ടേ? വേണ്ട, പറഞ്ഞ ശരിയാവൂല. ഉറപ്പാണോ? ഓ അല്ല, എന്നാലും വേണ്ട, ആന്റിക്ക് ടെൻഷൻ ആവും. എന്താ ഉണ്ണിക്കുട്ടാ? എന്താ മോളെ? അതൊന്നുമില്ല ആന്റി. നീ കാരണം മോളെ തമ്പി പറ മോളെ. സത്യമായിട്ടൊന്നുമില്ല. എന്തോ ഉണ്ട്. എടാ, എനിക്ക് ആന്റിയുടെ ഈ വിഷമൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഞാൻ പറയാൻ പോവാ. പിന്നെ പറ. അത് ആന്റി, അങ്കിൾ എന്തോ സെക്കൻഡ് മാരേജിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരെയെ കെട്ടുവെന്നോ? അങ്കിളുടെ ജാതകത്തില് അങ്കിള് 2ാമത് കല്യാണം കഴിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടു. എനിക്കെന്തോ ഓഫീസിലുള്ള ആരോ ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ആന്റി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മില്. എന്ത് പ്രശ്നം? അല്ല, ആന്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആന്റിക്ക് എന്റെ അടുത്ത് പറയാം. എനിക്ക് നിന്റെ മോളെ പോലെയല്ലേ. ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളോട് പറയില്ല. പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പിന്നെ ആന്റിക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ? ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ആന്റി അല്ലേ പറഞ്ഞ ആന്റിയുടെ മോളെ പോലെയാ ഞാൻ ഇന്ന്? അതെന്റെ മോളെ പോലെ തന്നെയാ തമ്പി. നീ എന്റെ മോള് തന്നെയാ. പിന്നെ റാം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി ചോദിച്ചപ്പോ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആന്റിക്ക് ഫുൾ സപ്പോർട്ട്. നീയോടാ? പിന്നെ എന്റെ ആന്റിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാൻ സഹിക്കൂ. ഞാനും ഫുൾ സപ്പോർട്ട്. ഇപ്പൊ അങ്കിളിനെ ശരിയാക്കുന്ന കാര്യമാണെങ്കിൽ അതിന് ഞാൻ ഫുൾ സപ്പോർട്ട്.
ആന്റിയിലെ പറഞ്ഞ ആന്റിയുടെ മോളെ പോലെയാണ്. അപ്പൊ ഞാൻ ആ സ്നേഹവും കരുതലൊക്കെ കാണിക്കണമല്ലോ. ശരിയാ മോളെ, എന്റെ കൂടെ ഉണ്ടാവണേ ഉണ്ണിക്കുട്ടാ. ഓ ആന്റി ധൈര്യമായിട്ടേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മോളെ പോലെയല്ലേ, അപ്പൊ വിളിക്കണേ. വിളിക്കാം മക്കളെ, ചെല്ലു. മറക്കല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. ശരി ഓക്കെ ശരി ആന്റി. വർക്കൗട്ടായി റാം കൂറം കൊല്ലാൻ വിളിച്ച് പറ പ്ലാൻ പറയാം.